ഇങ്ങനെ ഞാൻ കോബിൾ സ്റ്റോണൊക്കെ മൈൻ ചെയ്ത് നിൽക്കുമ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. നമുക്ക് ഫുഡിന് ക്ഷാമമാണ്. നമ്മളെ കൈമിൽ ഇത്രയും ഫുഡ് ഉണ്ടെങ്കിലും നമുക്കത്ര പോരാ, ഫുഡ് ഇന്നും വേണം. ഇന്നത്തെ വീഡിയോ അത് തന്നെയാണ്. ഒരു ഫാം, എന്താണ് വീറ്റ് ഫാം. ഞാൻ അതിൻ്റെ ഓരോ കാര്യങ്ങൾ അവിടെ വരേണ്ട ഏരിയയും ക്ലിയർ ഒക്കെ ഞാൻ ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. വെറുതെ ഇത് കട്ട് ചെയ്ത് ആക്കണ്ടല്ലോ. ഓക്കെ, ഇവിടെ നിന്ന് കോളിങ്ങിനെ കുറച്ചെടുക്കുക, നേരെ മുകളിലോട്ടേക്ക് പോകുക. കുറച്ച് ഫുഡ് ഉണ്ടായിരുന്നു, അതും എടുക്കുക. കൈമേലിരിക്കുന്ന ഓരോരോ സാധനങ്ങൾ നമുക്ക് ചെസ്റ്റിൽ വെക്കണം. ദെൻ നമ്മൾ ഇന്നത്തെ കാര്യം അതിലോട്ടേക്ക് നമുക്ക് കിടക്കാം. അപ്പം പുതിയതായിട്ട് ചാനലിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ ഇതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വീടാക്കുന്നത്. അപ്പം അത് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും പോയി കാണുക. ഓക്കെ, അപ്പം ഞാനിവിടെ ഏരിയ ഒക്കെ ക്ലീൻ ചെയ്ത് വരേണ്ട ഒരു ഇതിലൊക്കെ ആക്കിയിട്ടുണ്ട്. അതിന് വേണ്ട കുറേ സാധനങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞല്ലോ, ആ ഏരിയയിൽ ഒരു വില്ലേജ് നമ്മൾ കണ്ട്. ഓക്കെ, അവിടെ പോയിട്ട് ഞാൻ കഴിയാവുന്ന അത്രയും എന്താ പറയുക ചെസ്റ്റൊക്കെ നോക്കി ഓരോരോ കാര്യങ്ങൾ. ഇതൊന്നും വേണ്ട, ഇതെല്ലാം ഇപ്പം നിൽക്കട്ടെ. ഇപ്പം നമുക്ക് പണീൻ്റെ സാധനം. ഓക്കെ, ഞാൻ ബാക്കി പറഞ്ഞുതരാം. അവിടെ കുറേ ഇതാക്കി എന്താ പറയുക ചെസ്റ്റൊക്കെ നോക്കി. പിന്നെ ഞാൻ മൊത്തം ഏരിയ ഒന്ന് ഇത് നോക്കണമല്ലോ, ഏരിയ എങ്ങനത്തെയാണ്. അപ്പം അങ്ങനെ ഏരിയ കുറേ നോക്കുമ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. കാണിച്ചു തരാം. അപ്പം ചാനലിൽ പുതിയ ആൾക്കാരാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്ബടിക്കണം. ബീജിനെ കൊല്ലുന്ന പോലെ തന്നെ സബ്ബടിക്കണം. ഈ ചോപ്പ് കത്തുന്ന പോലെ തന്നെ ആ ചോപ്പൊന്ന് അടിച്ച് പൊളിച്ചേ, ഒന്നും നോക്കണ്ട. അപ്പം നമ്മൾ ഇടുന്ന വീഡിയോ അപ്പം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കണ്ട, ഫുഡ് വേഗം തീരും. ഞാൻ ഓരോരോ കാര്യങ്ങളിലൂടെ ചെയ്യുമ്പം അപ്പം ഫുഡ് തീരുന്നു. പിന്നെ ഷീപ്പിനൊന്നും കൊന്നിട്ട് ബയോട്ട് ഷീപ്പെല്ലാം ആവശ്യമില്ലാതൊക്കെയല്ലേ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ. അതുകൊണ്ട് ഷീപ്പിനൊക്കെ കൊന്ന് വീണ്ടും സ്പോണായി അതുവരെ വെയിറ്റൊക്കെ ചെയ്യണം. കയറാം, ഈ ഒരു ഏരിയയിൽ ഞാൻ കാണിച്ചു തരാം. ഇതാ നേരെ കാണുന്ന ഒരു സ്ഥലമാണ്. അങ്ങോട്ടേക്ക് ഇപ്പം ഞാൻ ലൈഫ് എങ്ങനെയായാലും കുറയാണ്ട് എത്തൂല എന്നർത്ഥം. പന്നീനെ കൊല്ലണ്ട. ഗൈസ്, ഞാൻ അവിടെ ലൂട്ടിയിട്ടൊന്നുമില്ല, അത് വേറെ കാര്യം. ഇതാ ഒരു റോയിൻ്റെ പോർട്ടൽ, ആ റോയിൻ്റെ പോർട്ടലിൽ നിന്ന് ഞാൻ ലൂട്ടും. അതിലെന്തെങ്കിലും ഉണ്ടാകണേ, ഗോൾഡൻ കാറ്റൊക്കെ ഉണ്ടാകണേ, നോക്കാം. എനിക്ക് അപ്പുറത്തുനിന്ന് ഒരു അയൺ പിക്കാക്സ് കിട്ടി, അത് എടുക്കില്ല. എടുക്കാനേ ഉണ്ടായില്ലോ, ഇല്ല എടുക്കാനേ ഉണ്ടായിക്കോ. ഗോൾഡ് ബ്ലോക്ക് അങ്ങനെ കിട്ടിക്കായിരുന്നു. ഓക്കെ, സൂക്ഷിച്ച് ജസ്റ്റ് നോക്കട്ടെ. ഓക്കെ, ഗോൾഡൻ ക്യാരറ്റ്, ഫ്ലിൻറ്റ്, ഇതേതാ ഗോൾഡൻ വർമ്മണ്, പിന്നെ ഗോൾഡൻ സോഡ്, ഫയർ എക്സ്പെക്റ്റ് മതി ധാരാളം. പിന്നെ നമ്മുടെ ബീറ്റൊക്കെ ഇവിടെ വെച്ചേക്കാൻ ആവശ്യമില്ല, പണീൻ്റെ കാര്യങ്ങൾ ഇവിടെ. ഓക്കെ, ഇത് നമുക്ക് പൊളിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് വെക്കണം. അതൊക്കെ ഫ്യൂച്ചർ. ഓക്കെ, ഇന്നത്തെ പരിപാടി നമുക്ക് പരിപാടിയിലോട്ടേക്ക് നേരെ കിടക്കാം. പോകുന്നതിൻ്റെ ഇടക്കാണ് ഞാൻ ഓർത്തത് നമുക്ക് കുറച്ച് അയൺ കൂടി വേണം. ഈ പോയേനെ ഇതാ ബക്കറ്റില്ല, വാട്ടർ ആക്കണ്ടേ. അങ്ങനെ ബക്കറ്റ് എടുക്കാൻ വേണ്ടി നമുക്ക് അയൺ കുറച്ചെടുക്കണം. ഇവിടെ നിന്ന് തുള്ളിയാലെത്തുമോ? എത്തി, മതി. ഓക്കെ, അയൺ 1 2 ഇല്ലൂ, സാരില്ല, പോകാം. നോക്കട്ടെ, ഇങ്ങോട്ട് നോക്കട്ടെ. പിന്നെ ക്രീപ്പർ, അതാ അതിൻ്റെ അടക്കം എന്തല്ലോ ഒച്ചയിലും വരുന്നു. ആളെ കൊല്ലാനാണോടാ? ചത്ത് നോക്കാം. ഞാനെന്തിനാ പേടിക്കുന്നത്?
പൊട്ടൂലടാ. യാ ഗൺ പൗഡർ കിട്ടി. ഇതൊന്ന് സ്പോൺ പ്രൂഫ് ചെയ്തേക്കാം. എപ്പോൾ ഇങ്ങനെ ആവശ്യം. നീ വാടാ. ഇതാ എൻ്റെ അടിക്കേണ്ടത് സാധനം കണ്ടാ നീ ചത്ത് ചത്ത് ചത്ത്. യാ ഞാൻ സാധനം എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓ എന്നാലും അത്രയും സാധനം സീനില്ല, അതെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ഇതെടുത്തു. വെയിറ്റ് എൻ്റെ സോഡ് എൻ്റെ പോട്ട് പീരാത് എന്തൊട്ട് സാധനം അത്. അയൻ്റെ ആദ്യം ഗോൾഡിൻ്റെ. ഓക്കെ ഇവിടെ ഞാൻ ചെറുതായി ഒന്ന് ലൈറ്റ് വെച്ചു. അയണ് കെട്ടി. 4 മതി. കൊല്ലരുത്, ഞാൻ പോയിക്കൊള്ളാം. ഓക്കെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ. ഇനി ഇതിൻ്റെ അട്ടത്തും എത്തണമല്ലോ. നോക്കട്ടെ വഴി ഇവിടെ ഉണ്ടായിട്ടാന്നോടാ. ഞാൻ പിന്നെ താഴെ പോയി ആളെ കൊല്ലിച്ചിട്ടും നോക്കട്ടെ എന്താണെന്ന് വെച്ചിട്ടിപ്പം പോവുക. ഇത് വെച്ചാലെത്തുമോ? ഇല്ല, എത്തൂല. ഇവിടെ നിന്ന് പൊളിച്ച് പോവാ. നല്ല ഗൈസ്, ഞാൻ മുകളിലെത്തിയിട്ട് വീട്ടിൻ്റെ അടുക്ക് എത്തിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അയണോ ഇരിക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഇത് തിന്നാൻ കഴിയില്ല. പിന്നെ അയ്യോ, ഗോൾഡൻ ക്യാരറ്റ് വെറുതെ കളയണ്ട. ഗോൾഡൻ ക്യാരറ്റ് ആവശ്യം വരും. നമുക്ക് നെതറിലൊക്കെ പോകുമ്പം ആവശ്യം വരും. തീർന്ന അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് ഇവിടെ കയറി ഇത് വെച്ച് എന്താക്കാം? നമുക്ക് ഈ ഡോറങ്ങ് കത്തിച്ചാലോ? വേണ്ട, നോക്കട്ടെ. വേണ്ട, ഇതിനെയും കത്തിക്കണ്ട. വീട് ഇച്ചിരിയും കൂടി ഒന്ന് ഇതാക്കണല്ലേ, എന്താ പറയുക, വെയിറ്റ്. വുഡ് ഇങ്ങെടുക്കുക, അതിനെ സ്റ്റിക്കാക്കുക, പിന്നെ കുറച്ച് ഫെൻസ് ഗേറ്റും 3 പോലെ 6. അതിൻ്റെ ഇടയ്ക്ക് അതാവും. കൊള്ളാമല്ലേ? ഇപ്പം കുറച്ചും കൂടി മതി. ഇത് മതിയായി. നോക്കട്ടെ, ഓക്കെ ആയാണ്. അവിടെ സൂക്ഷിച്ച് നോക്കണം. ഒരു ബക്കറ്റാക്കി ബാക്കി 3 ആയാണ്. നമ്മളടുക്ക് ഉണ്ടായിരുന്നല്ലേ 2 ഇടയിൽ സീനില്ല. ആക്കിയത് നന്നായി. ഇനി കുറച്ച് വെള്ളം. ഓക്കെ അങ്ങനെ വെള്ളം എടുത്ത് നമുക്ക് അച്ചീവ്മെൻറ്റ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനിയല്ല ഇങ്ങനെ സ്പീഡ് നോക്കട്ടെ. ഓക്കെ നമ്മളങ്ങനെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അടുക്കിൽ നിന്ന് വെള്ളം ഒഴിക്കണോ? അത് വേണ്ട. അതോ ഇതിൻ്റെ താഴെ വേണ്ട, നടുക്കൊന്ന് ഒഴിക്കാം. ഷവലില്ലല്ലോ, ശരിയല്ല കൈനെ കൊണ്ട്. അപ്പം നമ്മളങ്ങനെ വെള്ളം പോണ്ടതാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് വെച്ചാൽ പോകും. അതല്ല, എനിക്ക് ഇവിടുന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് എത്തുമോ നോക്കാം. ഇടണ്ട ടോർച്ച് പോട്ട് 1 2 ഇവിടെ 2 ഇങ്ങനെ ഇരിക്കട്ടെ. ഇവിടെ 2 വേണ്ട. ആദ്യം ഈ ഒരു ഏരിയ നോക്കട്ടെ. യാതൊന്ന് തോന്നുന്നു. ഇതിൻ്റെ താഴോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല.
ഇതാ പിന്നത് ഒന്നിനുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും സൈഡ് ഞാൻ ആക്കിയതിന്. കാരണം ഇവിടെ ഓരോരോ ഇതുപോലെ ഉണ്ടാവില്ലേ, പോച്ച പോലെ, അതൊക്കെ ഞാൻ വെട്ടി എനിക്ക് കർഷകശ്രീ അവാർഡ് നേടും. അതുകൊണ്ട് തന്നെ ഞാൻ കൃഷിയിലേക്ക് ഏർപ്പെട്ടു. ടോർച്ച് മാറ്റാം. ആദ്യം ഈ ഒരു ഏരിയ മൊത്തം ഫുള്ളാക്കുക. ആകുമല്ലേ, ഇത് എത്ര വരെ പോവാന്നറിയില്ല. നിങ്ങൾക്കിത് എത്ര ഇതുവരെ പോകുമെന്ന് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നമുക്ക് ഇവിടെ ഇങ്ങനെ നികത്തി ഷുഗർ കെയിനും വെച്ചാലോ? എൻ്റെ ഇല്ലാത്ത ബുദ്ധിയിലൊരു ഇത് തോന്നുന്നു. പോയി നോക്കണം. മതി. കൈന് നോക്കട്ടെ, ഷുഗർ കെയിൻ ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, ഷുഗർ കെയിൻ ഉണ്ട്, 6 എണ്ണം, ധാരാളം. 1 2 3 അല്ലേ? ഓക്കെ, ഒരു സീഡ് ഇതും കൂടി കിട്ടിയിട്ടുണ്ട്. സീഡ് ഇവിടെ അകത്ത് എന്നാൽ കണക്കായില്ലേ. ഷുഗർ കെയിൻ ഇവിടെ, ഷുഗർ കെയിൻ. ഓക്കെ ഗൈസ്, അപ്പം ഒരു ഫാം നമ്മൾ ചെറുതായിട്ടുള്ള ഒരു ഫാം സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ഇനി റെക്കോർഡ് ചെയ്യാത്ത ടൈം നോക്കും. മീൻസ് ബോൺ മീലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെയ്യണം. ഇവിടെ മൊത്തം ചെയ്ത് വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ ഇത് മൊത്തം ആയിട്ടായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ നോക്കട്ടെ, എനിക്ക് ഫുഡിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും ഞാൻ വർക്ക് ചെയ്യുന്ന പോലെ ഇരിക്കും. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. എവിടെ കാണണ്ട, അത് ഇവിടുന്ന് കാണുമല്ലേ അതിനെ നല്ല ക്ലിയർലി. എടാ മോൺസ്റ്ററാ, എവിടെ? അതാണ്ടേ, നിന്നെ ആരാ വിളിച്ച ഇങ്ങോട്ട്? വിളിക്കാതെ സദ്യ ഉണ്ണാൻ വന്നിന്, പോടാ അങ്ങോട്ട്. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാക്സിമം ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നതിലേക്കും ബൈ.